ഏവർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എടുത്തു പറയേണ്ടത് ഈ ആൾക്കാർക്ക് സമ്മിശ്ര ഫലമാണ്. പൊതുവെ 2026 ആണ്ട് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ ജനുവരി ഫെബ്രുവരി മാസവും വിഭിന്നമല്ല. അക്ഷീണമായ പരിശ്രമം മൂലം ശ്രേഷ്ഠകരമായൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ആപദ്ഘട്ടങ്ങളിലൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതമൊക്കെ ദമ്പതിഭാവമൊക്കെ ഗുണകരമാണ്, സന്തോഷകരമായിരിക്കും. വ്യവഹാരങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ധനലാഭം, കുടുംബത്തിൽ സന്തോഷം എന്നിവയൊക്കെ തീർച്ചയായിട്ടും അനുഭവപ്പെടും. എന്നാൽ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട സാഹചര്യവും കാണും. എടുത്തു പറയേണ്ട ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഈ സമയത്ത്, അതായത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അലസത നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടാവും. തുടങ്ങി വെച്ച കാര്യങ്ങൾ പലതും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. കുറച്ച് കാലതാമസം എടുക്കാതെ നിങ്ങളുടെ അലസത മൂലമാണ്. പൊതുകാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിച്ചു വരുന്ന സമയമാണ്. രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമുള്ളവർക്ക്, രാഷ്ട്രീയക്കാർക്കൊക്കെ ഗുണകരമായ സമയമാണ്. നിങ്ങൾക്കൊരു നല്ലൊരു സ്ഥാനത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. പൊതുപ്രവർത്തകർക്കൊക്കെ കുടുംബജീവിതത്തിലും സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്കും ഗുണകരമായ സമയമാണ്. ഉയർച്ചകളുണ്ടാവും. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. കലാകായിക സംരംഭങ്ങളിലൊക്കെ അല്ലെങ്കിൽ രംഗങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കും. ദീർഘയാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസം. വ്യാപാര രംഗത്തെ കിടമത്സരങ്ങളൊക്കെ തീർച്ചയായിട്ടും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കാം. സാമ്പത്തിക ലാഭം തീർച്ചയായിട്ടും കാണുന്നു. എന്നാൽ ചില അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യവും ഈ സമയങ്ങളുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്യപ്രാപ്തിയിലെത്താൻ പറ്റുന്ന സമയം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങളുടെ കർമ്മരംഗം ഉയർച്ചയുടെ തന്നെയാണ്. കർമ്മരംഗത്തെ ഉയർച്ചയും കീർത്തി എന്നിവ നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റെടുത്ത ചുമതലകളൊക്കെ ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്ന സമയമാണ്. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ കലാകാരന്മാർക്ക് പ്രശംസ പത്രം അല്ലെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ മൂലം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് ഈ ഭൂമി കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ജോലിയിൽ എതിരാളിയെ കടന്നുകയറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വ്യവസായികൾ അല്ലെങ്കിൽ തൊഴിൽ സംരംഭകരൊക്കെ തൊഴിൽ തർക്കങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരും. ചില സ്ട്രൈക്കുകൾ, സമരങ്ങളൊക്കെ ഉണ്ടാവും. സന്താനങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച തുക ചിലവാക്കേണ്ടതായിട്ടൊക്കെ വരുന്നതാണ്. ഫ്യൂച്ചറിലെ സന്താനങ്ങൾക്ക് ഭാവിയിൽ വിവാഹ ചിന്തന സമയത്തൊക്കെ ഉപകരിക്കുമെന്ന് കരുതി നിങ്ങൾ തുരുക്കൂട്ടി വെച്ച ധനമൊക്കെ, നിഫ്റ്റിയിലൊക്കെ ഇട്ട പണമൊക്കെ എടുത്ത് ചില എമർജൻസിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് സാഹചര്യം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. ചില പൂരം നക്ഷത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിനുള്ള യോഗം കാണുന്നു. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുത്ത് അതിലും വിജയിക്കാൻ പറ്റുന്ന സമയമാണ്. പൊതുവെ നിങ്ങൾക്ക് ഗുണഫലങ്ങളുടെ മാറ്റ് കുറച്ച് കൂടിയിരിക്കുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. എന്നാൽ പൊതുവെ 2022 ആണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. നിങ്ങൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനായിട്ട് നിങ്ങൾ ഭഗവതിയെ പൂജിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ്. വ്യാഴാഴ്ചകളിലോ വെള്ളിയാഴ്ചയോ ഒക്കെ ഭഗവതി ക്ഷേത്രം ദർശിക്കുക. ദേവിക്ക് വെളുത്ത പായസം, വെളുത്ത പട്ട്, വെളുത്ത പുഷ്പങ്ങൾ, അതല്ല എങ്കിൽ ലളിതാ സഹസ്രനാമം ഉരുവിടുക, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നാരങ്ങ വിളക്ക് നടത്തുക, ഭസ്മം കാൽക്കൽ വെക്കുക, സ്കന്ദ പുരാണ പാരായണം നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുണദോഷ ഫലങ്ങളിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പക്കപ്പിറന്നാൾ തോറും നിങ്ങൾ അന്നദാനം നടത്തുന്നത് ഗുണകരമാണ്. ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതിനല്ല കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ ദാനമായിട്ട് നൽകാതെ അദ്ദേഹത്തിൻ്റെ വയറ് നിറക്കാൻ വേണ്ടി നൽകുക. ഇത് പ്രശംസയ്ക്കോ വേണ്ടി ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുന്നതാണ്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.